നമ്മൾ ഹൈവേയിലെത്തിയിട്ടുണ്ട്. സമയം നോക്കിയില്ല കേട്ടോ, പിന്നെ അപ്പുറത്തോട്ട് കിടക്കാം. ഹൈവേയിലെത്തിയിട്ടുണ്ട് നമ്മൾ. സമയം അത്യാവശ്യമായിട്ടുണ്ട്. നോക്കേട്ടാ, കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. ഇതിങ്ങനെ തിരക്കണം. അപ്പം നമ്മൾ ഏകദേശം ഒരു 70 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നിട്ടാ വണ്ടി. പാലിയേക്കര ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. തിരിച്ച് നമുക്ക് അവിടെ ചെന്ന് സമയം നോക്കാം. അപ്പോൾ അമ്മ വീട് അങ്ങനെ ഡെസ്റ്റിനേഷൻ ഒന്നും ഉണ്ടായില്ല, ചുമ്മാ അങ്ങനെ പോയി. എന്തായാലും അവിടം വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള സംഗതി നമ്മളൊരു 150 കിലോമീറ്ററെങ്കിലും മിനിമം ഓടണം. അതാണ് ഇന്ന്. എന്നാലേ ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 150 കിലോമീറ്റർ ഓടാൻ കുറേ നാളായി, ഒരു 2 മാസത്തിന് മുകളിലായി. വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ട്രിപ്പുകൾ മാത്രം പ്ലാൻ ചെയ്തിട്ട്. പാലിയേക്കര ടോളെത്തി. ടോളൊന്നും കൊടുക്കണ്ട. നമുക്ക് അപ്പുറത്ത് വന്നിട്ട് സമയം നോക്കാം. നമുക്കിവിടെ നിർത്താം. വലിയ മിഷനറി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ലോറികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ തിരക്ക് കഴിഞ്ഞിട്ട് അവർ പോകുന്നു. ഹരിയാനയിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സമയം നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയാകുമ്പോൾ പോകുന്നുണ്ടോ. നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസയിലാണ്. കറക്റ്റായിട്ട് ലൈറ്റ് പോയി. അതങ്ങനെ ലൈറ്റ് പോയത്. ഇവിടെ പവർ കട്ട് ഉണ്ടാവും. അപ്പോൾ 7 മണിക്ക് നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ ഒരു പാക്കറ്റ് ചെറിയ ബിസ്ക്കറ്റ് കൂടി ഉണ്ട്. ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റും ഉണ്ട്. കുറച്ച് വെള്ളം കുടിക്കണം. നമുക്ക് കഴിക്കാൻ ഹോട്ടലിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. നമ്മൾ പിന്നെ അതല്ല നമ്മളുടെ ഉദ്ദേശം വേറെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാലിയേക്കര ടോളിലെത്തിയിട്ടുണ്ട് തൃശ്ശൂർ. അവിടെ ഇച്ചിരി വെള്ളം കുടിച്ച് കുറച്ച് ബിസ്ക്കറ്റ്, ഒരു നൈസിനോടൊരു ചെറിയൊരു പാക്കറ്റ് 5 രൂപയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്.
അപ്പോൾ അതും കൂടി അങ്ങ് കഴിച്ചേക്കാൻ വരുന്നു. നമ്മുടെ യാത്രകളിൽ ഇതാണ്. ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററിന് കാണില്ല കടപ്പുള്ളി. ഇപ്പോൾ 7 മണിയായി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു വൈകിട്ട്. കടപ്പള്ളി വരെ ഇനി ഒരു 60 കിലോമീറ്ററിന് കാണും. ഞായറാഴ്ചയായിട്ട് പോലും നല്ല തിരക്കാണ്. പുറത്ത് ടൂറൊക്കെ പോയിരുന്ന ആളുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇനി അയ്യപ്പന്മാരും ഉണ്ട്. അങ്ങനെ നല്ല തിരക്കായി. അപ്പോൾ ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, അതും കൂടെയാണ് കഴിച്ചിട്ട്. ഒരു കുപ്പി വെള്ളമുണ്ട്, അത് കുടിച്ച് 60 കിലോമീറ്റർ. നമ്മുടെ റൈഡ് എങ്ങനെയൊക്കെയാണ്. റൈഡ് കഴിഞ്ഞ് ഉടനെ 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുഴിമന്തി അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. കുറച്ച് ബിസ്ക്കറ്റ് കൂടി ഉണ്ട്, അങ്ങോട്ട് കഴിച്ച് ഒരു 7:15 ആകുമ്പോഴേക്ക് ഇവിടുന്ന് തിരിയാം. ഓക്കെ, ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞു. ഒരു വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ തീർത്തേക്കാൻ മതി. ഭയങ്കര മൂത്രത്തിൻ്റെ മണമുണ്ടോ? രണ്ട് കുപ്പി വെള്ളം കൊണ്ടുവന്ന് അതും തീർക്കുകയാണ്. മതിയാവും. 150 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 150 കിലോമീറ്റർ വേണം, അത് മതി. ഒരു 200 കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ 2 കുപ്പി വെള്ളം ഉപയോഗിച്ചു പോകും. അതിൽ കൂടുതലാണ്. ഓക്കെ എന്നാ, അപ്പം ഞാൻ മുന്നോട്ട് പോവാം. ഓക്കെ, സ്റ്റക്കായി എന്നാണ് അവിടെ ഹോണടിയായി എല്ലാവരും. നല്ല നീട്ടി അടിക്കണം. ടോളൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. എത്രയോ വർഷമായി. ഇതൊക്കെ എത്ര പേരുടെ പിടിച്ചു. ശരി, അപ്പം ഞങ്ങൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിച്ചു. ഒരു അരമണിക്കൂർ, സമയം 7:22. ഒരു അരമണിക്കൂർ ഹോൾട്ട് എടുത്തിട്ട് നമ്മൾ പോയാണ് ഇരിക്കണം. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ടോ. ലോറികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കാണ്. മാസ്ക് വയ്ക്കാണ്ട് രക്ഷയില്ല, ഭയങ്കര നേട്ടമാണ്. ഈ ലോറി താവളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കേട്ടോ മണവരി വേറെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവിടെ തന്നെയാണ്, റോഡ് സൈഡ് തന്നെ. അതിന് വർത്തിയില്ല. അപ്പോൾ നല്ല മഴയത്ത് വരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളിനി 60 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരും. ഓക്കെ.
കാറും വരും. നമ്മളിപ്പോൾ സോണി ക്യാമറയിൽ എടുക്കണം, അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. നല്ല ക്ലാരിറ്റിയൊക്കെ വന്നില്ല. നൈറ്റിൽ എത്രയും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. ജോലിത്താവളം കഴിഞ്ഞുകൊണ്ട് കുറച്ച് മാസ്ക് ഒന്ന് മാറ്റാം. ഇപ്പോൾ ജസ്റ്റ് പാലിയേക്കര കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു കൈ വിട്ടിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. ചുമ്മാ പോയാണ്. അപ്പോൾ പകല് മറ്റൊരു ടോണും രാത്രി വേറൊരു ടോണും. ഏതായാലും നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലുള്ള യാത്രകളായിരിക്കും. അപ്പോൾ അതോടെ അങ്ങോട്ട് എടുക്കുകയാണ്. നമ്മളെ കാണില്ല അവർ പറഞ്ഞല്ലേ. അമ്പാൾ റീജൻസി പഴയ ബിൽഡിങ് മറ്റുണ്ട്. കാണാമാണല്ലോ, ചേർന്ന് തന്നെ ഉണ്ടോ. ഒരു കാര്യമില്ലേ, ഇത്രയും ചേർന്ന് പോകണം. എന്തിനാണ്? എല്ലാവർക്കും പോകണ്ടേ. നമ്മൾ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ഫോട്ടോ ഇട്ടിട്ടുണ്ട്, എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവന് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വർക്ക് നടക്കണുള്ളൂ. കണ്ടോ, നിറയെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. വണ്ടികളൊക്കെ ചേർന്നാൻ വന്നത്. നമ്മളൊന്ന് കല്ലുമ്മ തട്ടിയാൽ നേരെ അതിൻ്റെ അടിയിലോട്ടാണ്. രാത്രിയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച നൈറ്റ് ആയതുകൊണ്ടേ ഓട്ടോമാറ്റിക്കലി നാളത്തെ ലോഡ് ഇറക്കാനുള്ള വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നാളെ ജോലിക്ക് പോകേണ്ട ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം 2 ദിവസത്തെ ആർമാദം കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച വൈകിട്ടാണല്ലോ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ട്. ഇന്നിപ്പോൾ മഴ ഉണ്ടായില്ല, അതുകൊണ്ട് പൊതുവെ ആ ഓട്ടോറിക്ഷക്കാരനാണ് ആ ഹോൺ അടിച്ചത്. ഒരു കാര്യമില്ലേ, പേടിപ്പിക്കുന്ന രീതിയിൽ വശം ഉണ്ടാക്കും. ബസ് പിന്നെ ഇങ്ങനെയല്ലേ വരുള്ളൂ, ട്രാൻസ്പോർട്ട് ബസ് അവനിങ്ങനെ വരുള്ളൂ കേട്ടോ. നമ്മളാരും ഇങ്ങനെ എടുക്കുക, അതിനെ വർത്തിയുള്ളൂ. അപ്പോൾ ഇപ്പം വേറെ നോക്കാനൊന്നുമില്ല, നേരെ പോവുക. ഹൈവേയിലെത്തിയല്ലോ. ഇപ്പോൾ വഴി ചോദിക്കാനോ പിടിക്കാനൊന്നുമില്ല, നമ്മൾ കൺഫ്യൂഷനൊന്നുമില്ല, നേരെ പോകുന്നു. കാരണം മഴ തിരക്ക് 8 മണിയായിട്ടില്ല, 7:30 ആയിട്ടുള്ളൂ. 7:30 ആയപ്പോഴത്തേക്കും മഴ തിരക്കായി. പിന്നെ കൂടുതൽ ബാറിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന ആളുകളായിരിക്കും. അപ്പം ഇനി കുറച്ച് ദൂരത്തേക്ക് വളരെ മോശം റോഡായിരിക്കും കേട്ടോ. ഇതുപോലത്തെ വാഹനങ്ങളും വരും, കണ്ടെയ്നറും സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ കയറാം. കയറിയില്ലെങ്കിൽ നമ്മൾ തെറിപ്പിക്കും. പക്ഷേ കയറിയാലും പ്രശ്നമാണ്, നമ്മൾ ഇറങ്ങേണ്ടി വരും. കാരണം റോഡ് അത്ര ക്ലിയർ അല്ല, സ്ലാബും. അത് തൊട്ട് ചേർന്ന് തന്നെ വാഹനങ്ങൾ പോകണം കേട്ടോ. എടുക്കാം. വാഹനങ്ങൾ നമ്മുടെ നേരെ മുന്നിൽ നമുക്കറിയാലോ. തെളിവ് ക്ലിയർ ആവുമെന്നറിയില്ല. ഈ വയറ് ഇരുട്ടാണ് ഇവിടെ. എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, കുറച്ച് മുന്നോട്ട് പോകാമല്ലേ. നമ്മൾ രാത്രി വെളുപ്പിന് ഒരു 2 മണി 3 മണിയൊക്കെ ആവും അന്നത്തെ പോലെ. ആ റോഡ് അത്ര ശരിയല്ല, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ എത്തിയുണ്ട്.
നോക്കാം. ലൈറ്റ് സിഗ്നലാണ് കേട്ടോ. അധികം നേരമില്ല, തീർന്നു. കഴിഞ്ഞു. സ്ഥലപ്പേര് നോക്കാൻ വന്നപ്പോഴേക്കും പരിപാടിയായിരുന്നു. സ്ഥലം പിടിയില്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് വിഷലും നോക്കണം, സ്ഥലപ്പേര് നോക്കണം. അങ്ങനെ ഇതൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും എല്ലാം കഴിയും. കുഴിയിലോട്ടോ നേരെ കുഴിയിലോട്ട് ചാടും. അപ്പോൾ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയാണ്. ബംഗാളിയുടെ പണി കഴിഞ്ഞു. ഓക്കെ എന്നാൽ ലൈറ്റ് പറ്റേ. ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ. ഏതായാലും നമ്മൾ ചാലക്കുടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചാലക്കുടിയാണ് ഇപ്പോൾ നമ്മളുടെ മെയിൻ ലക്ഷ്യം. ഒരു ഫ്രൂട്ട്സ് കട തുറന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പേര് അയ്യപ്പന്മാരാണോ കേട്ടോ. അയ്യപ്പന്മാരല്ല, അത് ഫുഡിനുള്ള തയ്യാറെടുപ്പാണ്. ഇല്ലെന്താ പറഞ്ഞ് കേട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കണ സംഭവം കേട്ടോ. രാത്രി നമ്മൾ വെളുപ്പിനൊക്കെ എടുത്തിട്ടുള്ളതാണ്. ആനന്ദഭവൻ വെജിറ്റേറിയൻ ഫുഡ്. ഇതിപ്പോൾ ഒറ്റക്കൈ കൊണ്ട് പിടിച്ചാൽ കുഴിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഴും. ജർക്കിങ് കൊണ്ട് യൂസ് റൈറ്റ് ട്രാക്ക് ഓൺലി ഫോർ ഓവർടേക്കിംഗ്. ലൈൻ ട്രാഫിക് വയലേറ്റർ വിൽ ബി ഫൈൻ ആസ് പെർ മോട്ടോർ വെഹിക്കിൾ ആക്ട്. ലൈൻ ട്രാഫിക് എത്തിച്ചു കഴിഞ്ഞാൽ മോട്ടോർ ആക്ട് ഇവിടെ ലൈൻ ട്രാഫിക് ആരും ലൈൻ ട്രാഫിക് ഉപയോഗിക്കണ കണ്ടില്ല. ചാറ പറ കായം പൂയൊക്കെ വണ്ടി ഓടിക്കണം. പ്രധാനമായിട്ടും KSRTC തന്നെ അങ്ങനെ ഓടിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. ഇവിടേക്ക് ഇരുട്ടാണ് കണ്ടോ. ഈ ഇരുട്ടത്തിൽ കൂടിയാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ. അത് കാണിക്കാനും കൂടിയാണ് നമ്മൾ പ്രധാനമായിട്ട്. എന്നാലും ഈ വാഹനങ്ങളുണ്ട്, ചെറുപറ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അന്ന് ഓണത്തിന് ഇത്രയും തിരക്കുണ്ടായില്ല. ഓണത്തിൻ്റെ അന്ന്. ഇന്നിപ്പോൾ എന്താ തിരക്ക്, ഒരു രക്ഷയില്ല.